ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മിയെയും പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനെയും പരാജയപ്പെടുത്തി വലിയൊരു രാഷ്ട്രീയ വിജയം നേടിയിരിക്കുകയാണ് ബി.ജെ.പി. 207 സീറ്റിൽ ജയിച്ച് ചരിത്രമെഴുതിയാണ് ബംഗാളിൽ ബി.ജെ.പി. ഭരണം പിടിച്ചെടുത്തത്. പ്രതിപക്ഷ പാർട്ടികളുടെ കോട്ടകളായി കണക്കാക്കപ്പെട്ടിരുന്ന ഡൽഹിയും ബംഗാളും പിടിച്ചെടുത്തതോടെ ബി.ജെ.പിയുടെ ദേശീയ സാന്നിധ്യം കൂടുതൽ ശക്തമായിരിക്കുകയാണ്. കെജ്രിവാളിനെയും മമതാ ബാനർജിയെയും വോട്ടർമാർ കൈവിട്ടത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം. എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ മമത താൻ തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് വിശ്വസിച്ചിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പ് ഫലം മമതയ്ക്ക് കനത്ത തിരിച്ചടിയാണ്. 2011 ബംഗാളിന്റെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയായി മമതയെ 3 തവണ തുടർച്ചയായി പരാജയമറിയാതെ മുന്നേറി. ഇത്തവണ സ്വന്തം മണ്ഡലമായ ഭവാനിപ്പൂരിൽ ബി.ജെ.പിയുടെ സുവേന്ദു അധികാരിയോട് പരാജയപ്പെട്ടത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളുടെ സൂചനയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. ഇത് 2ാം തവണയാണ് സുവേന്ദു അധികാരി മമതയെ പരാജയപ്പെടുത്തുന്നത്. 2021 നന്ദിഗ്രാമിൽ ആയിരുന്നു ആദ്യമായി മമത സുവേന്ദു അധികാരിയോട് പരാജയപ്പെട്ടത്. എന്നാൽ ഇത്തവണ ബി.ജെ.പി. സർക്കാർ അധികാരത്തിൽ വരുന്നതിനാൽ ഈ തോൽവി മമതാ ബാനർജിയുടെ രാഷ്ട്രീയ ജീവിതത്തെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. സുവേന്ദു അധികാരി 73,917 വോട്ടുകൾ നേടിയപ്പോൾ മമതാ ബാനർജിക്ക് ലഭിച്ചത് 58,812 വോട്ടുകൾ മാത്രമാണ്. 2021 1950 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു അധികാരിയുടെ ജയം. എന്നാൽ അന്ന് തൃണമൂൽ കോൺഗ്രസിന് 215 സീറ്റുകളുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നതിനാൽ ഭവാനിപ്പൂർ ഉപതെരഞ്ഞെടുപ്പിലൂടെ മമത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തിരിച്ചെത്തി. 2011 മുതൽ മമതയുടെ ഉറച്ച കോട്ടയാണ് ഭവാനിപ്പൂർ. 2011 2016 അവർ അവിടെ നിന്ന് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരുന്നു. പക്ഷേ ഇത്തവണ ഭവാനിപ്പൂരിലെ ജനങ്ങൾ മമതയെ കൈവിട്ടു. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബംഗാൾ പിടിച്ചടക്കിയ ശേഷം തന്റെ അടുത്ത ലക്ഷ്യം ഡൽഹി ആയിരിക്കുമെന്ന മമതയുടെ വെല്ലുവിളിയുടെ മുന ഒടിച്ച് ഡൽഹിക്ക് ശേഷം ബംഗാൾ എന്ന തങ്ങളുടെ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ബി.ജെ.പി. ഇത്തവണ ബി.ജെ.പിയുടെ തന്ത്രങ്ങൾക്ക് മുന്നിൽ മമതയ്ക്കും തൃണമൂൽ കോൺഗ്രസിനും പിഴച്ചു. 207 സീറ്റിൽ ജയിച്ച് ചരിത്രമെഴുതിയാണ് ബി.ജെ.പി. ഭരണം പിടിച്ചെടുത്തത്. കഴിഞ്ഞ 3 തവണയും ബംഗാളിലെ വനിതാ വോട്ടർമാരായിരുന്നു തൃണമൂലിനെ തുണച്ചത്. സ്ത്രീകളെ ലക്ഷ്യം വെച്ച് നിരവധി ക്ഷേമ പദ്ധതികൾ പാർട്ടി അവതരിപ്പിച്ചിരുന്നു. അതേ തന്ത്രമാണ് ഇത്തവണ ബി.ജെ.പിയും ബംഗാളിൽ പയറ്റിയത്. കേന്ദ്ര സർക്കാരിന്റെ സ്ത്രീ കേന്ദ്രീകൃത പദ്ധതികളും വാഗ്ദാനങ്ങളും ബി.ജെ.പിക്ക് തെരഞ്ഞെടുപ്പിൽ അനുകൂലമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ബംഗാളിൽ ഫലം കണ്ടു. മറ്റൊന്ന് SIR ആയിരുന്നു. ഇത് തൃണമൂലിന്റെ വോട്ട് ബാങ്കുകളെ ലക്ഷ്യമിട്ടാണെന്ന് ആദ്യം മുതലേ ആരോപണമുണ്ടായിരുന്നു. വോട്ടർ പട്ടികയിൽ നിന്നും 90 ലക്ഷം പേരാണ് പുറത്തുപോയത്. 60 ലക്ഷത്തിലധികം പേരെ മരിച്ചവരെന്ന കണക്കിലാണ് ഉൾപ്പെടുത്തിയത്. 27 ലക്ഷം പേരുടെ വോട്ടവകാശം ട്രൈബ്യൂണൽ പരിഗണനയിലാണ്. വോട്ടവകാശം നഷ്ടമായവരിൽ ഏകദേശം 65% മുസ്ലിം വിഭാഗക്കാരാണ്. മധുവാ സമുദായത്തിൽ നിന്നുള്ള ദളിതരും സ്ത്രീകളുമാണ് പുറത്തായവരിൽ കൂടുതൽ. 2013 തന്റെ ആദ്യ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഷീലാ ദീക്ഷിത്തിനെ 25,846 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് ആം ആദ്മി നേതാവ് അരവിന്ദ് കെജ്രിവാൾ ഡൽഹി സീറ്റിൽ വിജയിച്ചു. 44,269 വോട്ടുകളാണ് നേടിയത്. 2015 ഇത് 57,213 വോട്ടുകളായി വർദ്ധിച്ചു. എന്നാൽ 2020 ഇത് 46,758 വോട്ടുകളായി കുറഞ്ഞു. തുടർന്ന് 2025 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ അട്ടിമറി വിജയത്തോടെ ബി.ജെ.പി. അധികാരത്തിലെത്തി. 3 തവണ വിജയിച്ച കെജ്രിവാളിന് 4,000 വോട്ടുകൾക്ക് തന്റെ സീറ്റ് നഷ്ടമായി. ബി.ജെ.പിയുടെ പർവേഷ് വർമ്മയാണ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയത്. ഡൽഹിയും ബംഗാളും പിടിച്ചെടുത്തതോടെ അജയരെന്ന് കരുതിയിരുന്ന 2 കരുത്തരായ നേതാക്കളെയാണ് ബി.ജെ.പി. പരാജയപ്പെടുത്തിയത്. ബംഗാൾ വിജയത്തിനു ശേഷം അടുത്തത് പഞ്ചാബ് എന്ന് ബി.ജെ.പിയുടെ പഞ്ചാബ് ഘടകം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് പാർട്ടിയെ ലക്ഷ്യമിടുന്ന അടുത്ത മാറ്റത്തിന്റെ സൂചനയാണ്.